നമസ്കാരം. ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്. ഇന്നേ കാലത്ത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന കൗമാരക്കാരികൾ, പ്രത്യേകിച്ചും 13 വയസ്സും അല്ലെങ്കിൽ 16, 17 ഒക്കെ ആണെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം തുടങ്ങി ഉള്ള സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ആരുമായിട്ടൊക്കെയോ അവർ കണക്റ്റഡ് ആവുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പേരൻസ് അറിഞ്ഞു കഴിഞ്ഞു ശ്രമിച്ചാൽ വിജയിപ്പിക്കാൻ ഇവരോട് എന്ത് വിപ്ലവം ഉണ്ടാക്കിയാലും, എന്ത് വഴക്കുണ്ടാക്കിയാലും, ശിക്ഷണം കൊടുത്താലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്ന് മാത്രം കൊടുക്കുന്നതുകൊണ്ടും ഫലം ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു കുട്ടിക്ക് എന്തുകൊണ്ട് ഏതോ ഒരുത്തൻ അവനിൽ വിശ്വാസമാവുകയും അവനിൽ തൻ്റെ ജീവിതം തന്നെ അർപ്പിക്കാൻ, നിക്ഷേപിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് എല്ലാ കുട്ടികൾക്കില്ലല്ലോ, ചില കുട്ടികൾക്കല്ലേ ഇത്തരം ഒരു വീഴ്ച ഉണ്ടാകുന്നത്. ഇത്തരം കുട്ടികൾക്ക് ഇത്തരം അപകടം സംഭവിക്കുന്നത് റിലേഷൻഷിപ്പ് മാനിയാക്സ്. അതിന് തീർച്ചയായിട്ടും ഞാൻ 23 പരം വർഷമായി ഈ മേഖലയിൽ നമ്മൾ കണ്ടുവരുന്നത്, ഇതിന് നേരിട്ട് നമ്മൾ ഈ കുട്ടിയെ ഇത്തരം ഒരു റിലേഷൻഷിപ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ കുട്ടിയിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന ഇന്നർ ചൈൽഡ്, ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ഈ പേരൻസിനോടുള്ള എന്തെങ്കിലും വിദ്വേഷമുണ്ടോ, അല്ലെങ്കിൽ തനിക്ക് സ്നേഹം കുറവാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും അപകർഷതാബോധം ഉണ്ട്, തനിക്ക് കുറവുകളുണ്ട് എന്ന് സ്വയം കരുതുന്നു, അങ്ങനെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു കുട്ടിയുടെ ബ്രെയിനിൽ നിന്ന് മറ്റേതോ ഒരുത്തനുമായിട്ടുള്ള കണക്ഷൻസ് പിന്തിരിപ്പിക്കുന്നത് ആദ്യമേ ഈ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വീഴ്ചകളാണ് പരിഹരിക്കേണ്ടത്. അതിന് കോൺഫിഡൻസ് കൊടുക്കുകയും അതിൻ്റെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കുകയും, വെറുതെ നമ്മൾ ഒരു കുട്ടിയെ വിമർശിക്കുക, പഴിചാരുക, വഴക്കുണ്ടാക്കുക, വീട്ടിൽ ആകെ വിഷയങ്ങളുണ്ടാക്കുക, അല്ലെങ്കിൽ വീട്ടിൽ അടച്ചിടുക കൊണ്ട് മാത്രം വിഷയം പരിഹരിക്കത്തില്ല. മാത്രമല്ല, ഇന്ന് കുട്ടികളുടെ ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ്. വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട കേസാണ് ഇത്തരം റിലേഷൻഷിപ്സിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികളുടെ വിഷയം. ആൺകുട്ടികളുടെ ഇടയിലും ഉണ്ട്, പെൺകുട്ടികളുടെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ് നമ്മളെ ബ്രെയിൻ്റെ നെറ്റ്വർക്ക്. ഒന്നാമത് നമ്മളെ ബ്രെയിൻ്റെ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ആ ബ്രെയിൻ്റെ ഏരിയ ഫുള്ളി ഡെവലപ്ഡ് അല്ലല്ലോ, ഇമ്മച്യൂർഡ് ആണ്. ഇത് മനസ്സിലാക്കത്തില്ല ഇവർ. അപ്പോൾ ഇവർ തന്നെ സ്വയം ഡിസിഷൻസ് എടുക്കും, ഇത്തരം ട്രാപ്പുകളിൽ ചെന്ന് പെടും. ഇങ്ങനെ ദിനം പ്രതി നമുക്ക് ഒരുപാട് കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപകട അവസ്ഥ തന്നെയാണ്. ഈ കുട്ടികൾ എവിടെയൊക്കെയുള്ള ഏതൊക്കെയോ സ്ഥലങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലുള്ള അപ്പോൾ അവർ പറയുന്ന ഇവർ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. അവരുടെ പ്രായം അല്ലെങ്കിൽ അവരെന്താണ് എന്ന് കാണാത്ത ഒരു വ്യക്തിയെ വിശ്വസിക്കുകയും പിന്നെ അപകടങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 1-1.5 വർഷമായി, കൊറോണയ്ക്ക് ശേഷമാണ് ഇത് പ്രവണത കൂടിയത്. ഫോണിൻ്റെ ഉപയോഗം കൂടിയല്ലോ, സ്ക്രീൻ ടൈം കൂടിയല്ലോ. അതുകൊണ്ട് സൂക്ഷിക്കുക. എന്തായാലും ഇത്തരം റിലേഷൻഷിപ്സ് വളരെ സൂക്ഷിച്ച്, വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. വളരെ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. പേരൻസ് ആണെങ്കിലും ഇതിൽ ഇടപെടുന്ന ആരാണെങ്കിലും, ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിലും മറ്റ് കൗൺസിലേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും സ്പെഷ്യലിസ്റ്റുകളാണെങ്കിലും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. ഡയറക്റ്റായിട്ട് ഈ കുട്ടി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപകടമാണ്. കാരണം ഇന്നേ കാലത്തെ കുട്ടികൾ പെട്ടെന്ന് തന്നെ അവർ സ്വയം അപായപ്പെടുത്തുക, സെൽഫ് പണിഷിംഗ് ആയിട്ടുള്ള ബിഹേവിയറിലെത്തുക, എന്തും ചെയ്യും. അത്തരം ഒരു മാനസികാവസ്ഥയിലാണ് ഇവർ ചെന്ന് എത്തുന്നത് ഇത്തരം റിലേഷൻഷിപ്സിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ മക്കളെ രക്ഷപ്പെടുത്തുക. ഞാൻ കൊല്ലം അയത്തില്ല മെഡിറ്റന ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിസ്റ്റ് നാഗരാജാണ് ഞാൻ. 9605743596 എൻ്റെ നമ്പർ. നമുക്ക് മുഖത്തലയിലും സ്വന്തമായിട്ട് സെൻ്ററുണ്ട്, NP സ്കൂൾ ഓഫ് തോട്ട്സ്. വിളിക്കുക, വരിക. നമുക്ക് വളരെ തന്ത്രപരമായിട്ട്, ഡിപ്ലോമാറ്റിക്കായിട്ടാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. തിടുക്കം വെച്ച്, ധൃതി വെച്ച് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് കൊണ്ട് പേരൻസ് ഇത് നാശം ചെയ്യരുത്. നിങ്ങൾ കൈകാര്യം ചെയ്ത് ഇത് കൂടുതൽ കോംപ്ലക്സിറ്റീസിലേക്ക് കുട്ടികളുടെ വിഷയങ്ങൾ കൊണ്ടെത്തിക്കരുത്. വളരെ വളരെ ക്ഷമയോടുകൂടി വേണം, സമയമെടുത്ത്. അതിൻ്റേതായ ചില രീതികളുണ്ട്, അങ്ങനെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ ശാസ്ത്രീയമായിട്ട്. എന്തായാലും എൻ്റെ ഭാഗത്ത് മരുന്നൊന്നുമില്ല, സുരക്ഷിതമാണ്. സൈക്കോളജിസ്റ്റാണ് ഞാൻ. വരിക, വെൽക്കം.